ഹായ് ഹലോ. ഇപ്പോൾ ഓണമൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്താം. നമ്മൾക്ക് വേണ്ടി അവരവിടെ കാത്തിരിപ്പുണ്ട്. ആരൊക്കെയാണെന്ന് കാണാം. അപ്പോൾ ഞാനങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ഉള്ള ക്ലൂ കിട്ടും. എന്നാലും നമുക്ക് അവരുടെ ഇരിക്കലേക്ക് പോകാം. അപ്പോൾ ഇതേണ്ട നമ്മളെ കാത്ത് അവരിവിടെ വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് ചേച്ചിമാരെ പരിചയപ്പെടാം. അവരുടെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം ഇവർ ആരാ, സംഭവം എന്താണെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലാകും. ഇവരുടെ പൂന്തോട്ടത്തിലാണ് നമ്മളെ ഇവർ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് ഇവരുടെ എന്താണ് ഓണമൊക്കെ ആയിട്ട് ഇവർ തകർക്കുവാണ്. നമുക്ക് ചോദിക്കാറുണ്ട്, ചേച്ചി എന്താ ഇവിടെ പരിപാടി? ഇവിടെ ഞങ്ങൾ ഓണത്തിന് നല്ല ഗംഭീരമായ പൂക്കളൊക്കെ ഞങ്ങൾ ഇങ്ങനെ തയ്യാറാക്കി വെച്ച് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചു. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തില്. ഇപ്പൊ നിങ്ങളിവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായി. അമ്മച്ചിയെ കണ്ടോ? അമ്മച്ചിയൊക്കെ തകർത്തിട്ട് നിൽക്കുവാ. ഓണമൊക്കെ അടിച്ചു പൊളിക്കും അല്ലേ? അതെ അതെ. നിങ്ങൾ പൂക്കളൊക്കെ പറിച്ചായിരുന്നോ? എങ്ങനെയാ? ഞങ്ങൾ ഇന്ന് പറിക്കാനിരിക്കുക. പൂക്കള് കുറച്ച് പറിച്ചു അമ്പലത്തിൽ കൊടുക്കണം. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇത് ചെയ്യുന്ന? എന്താ കുടുംബശ്രീയുടെ ഇതായിട്ടാണോ? തൊഴിലുറപ്പ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് തൈ തന്നു. ഞങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ 5 പേരെ നിർത്തി അങ്ങനെ ചെയ്യിക്കുമായിരുന്നു. ഓണത്തിന്റെ അനുബന്ധിച്ച് നിങ്ങൾ പൂന്തോട്ടം അങ്ങനെ ചെയ്യുക അല്ലേ? അതെ അതെ. അങ്ങനെ അപ്പൊ ഈ ഇതെന്താ ഹൈബ്രിഡ് തൈകളൊക്കെയാണോ അതോ നമ്മുടെ സാധാരണ എങ്ങനത്തെയാ? സാധാരണ അവര് തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കി തന്ന തൈകളാണ്. ഹൈബ്രിഡിൻ്റെ അല്ല, അവർ വിത്തിട്ട് മുളപ്പിച്ച് തൈയായിട്ട് തന്നതാ. അപ്പൊ നമുക്ക് ഇവിടെ പൂക്കളൊക്കെ ഒന്ന് കാണാം. ഇവര് കണ്ടേ ഇപ്പം നല്ല ചൂടാണ്, പൊതുവേ ചൂടാണല്ലോ. ഇവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ആക്കി നിർത്താൻ വേണ്ടി അവർ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് അവരുടെ പൂന്തോട്ടത്തിലേക്ക് പോകാം, പൂക്കളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ചേച്ചിമാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. പൂക്കളൊക്കെ ഉണ്ടോ? ഈ വിടർന്ന് നിൽക്കുന്ന പൂക്കളെക്കാട്ടിലും മനോഹരമാണ് ഇവരുടെ ചിരികൾ. കാരണം അത്രയ്ക്ക് ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടിന്റെ ഒരു ഫലമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചില്ലറ കാര്യമല്ല, ഈ വെള്ളം കിട്ടാനായിട്ട് ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. പക്ഷെ എന്നിട്ട് അവർ ഒത്തിരി എന്താ പറയുന്നത് ബുദ്ധിമുട്ടിയാണ് ഈ കൃഷി ഇവരിവിടെ ചെയ്യുന്നത്. ആൻറ്റി പറ, എങ്ങനെയാ? ഒരുപാട് കഷ്ടപ്പെട്ട ഇത്ര രാവിലെയും വൈകിട്ടും വെള്ളം ഞങ്ങൾ കോരും. നിങ്ങളെല്ലാരും വെള്ളം കോരും. നിങ്ങളെല്ലാം വലിയ സംഭവം. അല്ല, ഒരു ടീമായിട്ട് നിൽക്കുമ്പോഴല്ലേ നമുക്ക് നല്ലതായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ ഈ നിൽക്കുന്ന ആന്റി വലിയ പാട്ടുകാരിയൊക്കെയാ കേട്ടോ. വലിയ പാട്ടില്ല മോനെ, എന്നാലും ചെറിയ തോതില്. പിന്നെ ഞങ്ങൾ ഒരുപാട് പൂവിന് വേണ്ടിയിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. ഈ അമ്മമാർ രണ്ടുപേരുമാണ് ഞങ്ങൾക്ക് ഒരുപാട്. പിന്നെ ഇവിടുത്തെ അമ്മാമ്മ ഞങ്ങൾക്ക് സ്ഥലം തന്നു. അമ്മാമ്മയെ കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങളുണ്ട്. അമ്മാമ്മയ്ക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട്
സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ പൂ ഞങ്ങൾക്ക് ദൈവം തന്നതിലും വളരെ സന്തോഷമുണ്ട്. ഈ ഓണക്കാലത്തെ ഇതിനെല്ലാം ഞങ്ങൾക്ക് നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ അധ്വാനിക്കുന്നതിനേക്കാൾ കടുപ്പാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അപ്പൊ ഇവരുടെ ഈ പൂന്തോട്ടം എന്ന് പറയുന്നത് ഇവരുടെ ഈ വിൽക്കുന്നവരുടെ മാത്രമല്ല, ഇവരുടെ ഈ നാടിന്റെയും കൂടെ ഒരു അഭിമാനമായിട്ട് മാറുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റി വഴിയൊക്കെ നടക്കുകയും അതൊക്കെ കഴിയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് എത്താനായിട്ട് പറ്റിയില്ല. ആയിരുന്നെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അവരെയൊക്കെ കാണാമായിരുന്നു, പക്ഷെ നമുക്ക് ആ സമയത്ത് എത്താനായിട്ട് കഴിഞ്ഞില്ല. അതുപോലെ അമ്മച്ചി ഓണമായിട്ടൊരു പാട്ടൊക്കെ പാടാവോ? ചെറിയ തോതിൽ അമ്മച്ചി എല്ലാവർക്കും ഒരു ചെറിയ തോതിലൊക്കെ അറിയത്തുള്ളൂ. പാട്ടറിയാവോ? അമ്മച്ചി ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് അമ്മച്ചി അവിടെ ക്ഷീണിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മച്ചി ഒരു തരത്തിൽ പൊക്കിക്കൊണ്ട് വന്നത്. അമ്മച്ചിയുടെ കുഴപ്പമല്ല കേട്ടോ, ഭയങ്കര വെയിലാണ് ഇവിടെ. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ അവരവിടെ തളർന്നിരിക്കുമായിരുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. അപ്പോൾ അതുകൊണ്ട് ഇവരാദ്യം ഒന്ന് ദൈവത്തിനെ ഒന്ന് സ്തുതിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ നല്ല തകർപ്പ നാടൻ പാട്ടുകാരൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. നമുക്ക് ഇവരെയൊക്കെ ഇവിടെ വരെ വന്നിട്ട് ഇവരെയൊക്കെ വെറുതെ വിടാൻ പറ്റുമോ? എല്ലാവരും പിടിക്കുന്നുണ്ട്. അപ്പോൾ അതെ ഈ ആൻറ്റിർക്കിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാര്യമുള്ളൂ. ആൻറ്റി ഒരു നാടൻ പാട്ട് പാടിക്കേ. നാടൻ പാട്ടല്ല, ഓണത്തെക്കുറിച്ച് ഒരു ചെറിയ ഇച്ചിരിയേ ഉള്ളു. എന്നാ ഓണത്തെക്കുറിച്ച്. ഓണം വന്നോണം വന്നോണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ പറിക്കാനായി പോകിടണം പൂക്കളമെഴുതേണം. ഓണം വന്നോണം വന്നോണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ പറിക്കാൻ പോകിടണം പൂക്കളമെഴുതേണം. ഓണസദ്യയൊരുക്കേണം ഊഞ്ഞാലിടണം. ഓണം വന്നോണം വന്നോണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ പറിക്കാൻ പോയിടണം പൂക്കളമെഴുതേണം. ഓണത്തപ്പൻ വരവേൽക്കാൻ പുത്തൻ കോടിയുടുക്കേണം ഓണത്തപ്പൻ വരവാകേണം പുത്തൻ കോടിയുടുക്കേണം. ഓണം വന്നോണം വന്നോണം വന്നേ തിരുവോണം വന്നേ പൂക്കൾ പറിക്കാൻ പോയിടണം പൂക്കളമെഴുതാൻ പോയിടണം. ഓണം വന്നോണം വന്നോണം വന്നേ തിരുവോണം വന്നേ. അടിപൊളി പാട്ടായിരുന്നു. അപ്പൊ നമ്മള് ഇത് പെട്ടെന്നുള്ള ഒരുക്കങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇവര് നമുക്ക് വേണ്ടി നല്ല നാടൻ പാട്ടൊക്കെ ഒരുക്കി വെച്ചത്. ഇത് മോശമാണ്, നല്ല ഇത് അടിപൊളി പാട്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേരെന്തോ അമ്മ? എൻ്റെ പേര് പങ്കജാക്ഷി. പങ്കജാക്ഷി അമ്മയാണേ. വന്നപ്പോ തൊട്ട് എനിക്ക് ഈ അമ്മ അങ്ങ് ഇഷ്ടപ്പെട്ടു. വേറൊരു അമ്മച്ചി കൂടെ ഉണ്ട്, അമ്മച്ചിക്ക് പിണക്കം വരല്ലേ. ഞാൻ ഈ അറ്റത്ത് നിന്നുകൊണ്ടാണ് ഈ അമ്മച്ചിയെ പിടിച്ചത് കേട്ടോ. ഓരോരുത്തരെ പരിചയപ്പെടാം നമുക്ക്. മൂട് പേര് പറഞ്ഞു. എത്രല്ല പഠിക്കുന്നത്? 5ല്. സുമതി സുരേന്ദ്രൻ. രാജശ്രീ. ഈ രാജശ്രീ ചേച്ചിയിലൂടെയാണ് നമ്മളിവിടെ എത്തപ്പെട്ടത് കേട്ടോ. രമാദേവി. എന്റെ വേറെ അമ്മച്ചി. അമ്മച്ചി മാറി നിൽക്കുക പാട്ടൊക്കെ പാടാനുള്ളതിന്. എന്തായാലും അമ്മച്ചിയുടെ പേരെന്താ? ചിന്നമ്മ. ചിന്നമ്മ.
എൻ്റെ പേര് ആൻലിയ, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ പഠിക്കുന്നു. എൻ്റെ പേര് മണിയമ്മ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളൊക്കെ നോക്കുന്നതിനും അതിനൊക്കെ എല്ലാ തരത്തിലുള്ള മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഇവരുടെ കൗൺസിലറായിരുന്നു. അപ്പോൾ കൗൺസിലർ ആ സമയത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൗൺസിലറിൻ്റെ 2 വാക്ക് കേൾക്കാം ഇവരെക്കുറിച്ച്. ഇവരെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം സപ്പോർട്ടീവ് ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം മാഡത്തിൻ്റെ 2 വാക്ക് സംസാരിക്കും. എല്ലാവർക്കും നമസ്തേ. എൻ്റെ പേര് VS സവിത. ഞാൻ 22 വാർഡ് പാണ്ഡവൻപാറയുടെ കൗൺസിലറാണ്. അപ്പോൾ ഇതുപോലൊരു സംരംഭം തുടങ്ങുന്നു എന്ന് ആദ്യമേ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ ഓണറോട് ഇവരുടെ കരമടച്ച രസീതും മറ്റുള്ള ഡോക്യുമെൻറ്റ്സും ഒക്കെ എത്തിയിട്ട് ഇവർ തന്നെ നമ്മുടെ അടുത്ത് വരികയും നമ്മൾ ബാക്കിയുള്ള എല്ലാ മുനിസിപ്പാലിറ്റി കൊടുക്കേണ്ട രേഖകളെല്ലാം അപേക്ഷ അടക്കമുള്ളത് എഴുതി കൊടുത്തു. അന്ന് തന്നെ ഇതിൻ്റെ മുദ്രപത്രവും കാര്യങ്ങളൊക്കെ ഇവരുമായിട്ട് എഗ്രിമെൻറ്റ് വെക്കണമായിരുന്നു ഓണറുമായിട്ട്. അതുമെല്ലാം നമ്മൾ അന്ന് തന്നെ ചെയ്യുകയും ഇവർ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും മുൻപോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്കിത് ഇവിടെ ഇങ്ങനൊരു പൂക്കൃഷി ആരംഭിക്കാനായിട്ട് സാധിച്ചത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു ചെറിയ പ്രയാസം നേരിട്ടെന്ന് വെച്ചാൽ മഴ പെയ്തു, ഇവിടെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇത് തൈയെല്ലാം ഇവർ പറിച്ച് നടേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇത് എങ്ങനെയായി തീരുമെന്ന്. പക്ഷെ അതൊന്നും ഞങ്ങളുടെ വിഷമമൊക്കെ മാറി ഈ നല്ല രീതിയിൽ പൂക്കളെല്ലാം വിടർന്നു. അപ്പോൾ ഇവരിപ്പോൾ അത് വിൽപ്പനയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലരും ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമാണ് ഇത്രയും നല്ലൊരു വിജയം ഞങ്ങൾക്ക് ഇവിടെ നേടുവാനായിട്ട് സാധിച്ചത്. അപ്പം ഇവരുടെ കഷ്ടപ്പാടാണ് ഈ കാണുന്ന പൂക്കളും മൊത്തം. അത്രയാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഓണത്തോട് അനുബന്ധിച്ചാണല്ലോ ഇത്തരത്തിലൊരു പൂക്കൃഷി എന്ന് പറയുന്ന ഒരു ആശയം വരികയും അത് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇവർക്ക് അതിനുള്ള വിപണന സാധ്യതകളെല്ലാം മുൻനിർത്തി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഇതിൻ്റെ ഒരു ഇത് പറിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്തു. നമുക്ക് പിന്നെ വേണ്ട നിർദ്ദേശങ്ങളുമായിട്ട് കൃഷി ഓഫീസിൽ നിന്ന് റോയ് സാറിനെ നമ്മൾ എപ്പോഴും കോൺടാക്ട് ചെയ്യുമായിരുന്നു. വേണ്ട നിർദ്ദേശങ്ങൾ അദ്ദേഹവും തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ്. ചെങ്ങന്നൂർ നഗരസഭയുടെ ഭാഗത്തു നിന്നും സ്റ്റാഫാണേലും അവിടുത്തെ കൗൺസിലർമാരാണേലും എല്ലാം, പ്രത്യേകിച്ച് ഇവർ തൊഴിലുറപ്പുകാർ ഇപ്പോൾ കുറച്ച് പേരെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇതിൻ്റെ മെയിൻ ഇത് 5 പേരാണെങ്കിൽ പോലും ബാക്കി ഒരു 10-20 പേര് നമ്മുടെ ഇതിൻ്റെ തൊഴിലുറപ്പിലെ നമ്മുടെ ചേച്ചിമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്ര വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്നിരിക്കുന്നതാണ് വളരെയധികം സന്തോഷം അല്ലേ. ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്നു, ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടു. ഇവിടെ ഭയങ്കര ഇപ്പോൾ വന്നപ്പോൾ തന്നെ നല്ല വെയിലുള്ളൊരു പ്രദേശമാണ് ഇത്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ കൃഷി ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ മികച്ചൊരു വിളവ് തന്നെയാണ്. കുറച്ച് സ്ഥലത്താണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിലും മികച്ചൊരു വിളവ് തന്നെയാണ് ഇതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഒരുക്കുന്നതിൽ തന്നെ അവർക്ക് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഇത് കിളച്ച് എടുത്ത് അത് കഴിഞ്ഞപ്പോഴത്തേനാണ് ഈ വെള്ളം കൂടെ പൊങ്ങിയത്. തൈ നട്ടതിന് ശേഷമായിരുന്നു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ നേരിട്ട് നല്ലതായിട്ട് ഇവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇവരെ ചങ്കായിട്ട് കൂടെ ഇന്നതിന് ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടല്ലേ. തീർച്ചയായിട്ടും. അപ്പോൾ ശരി, ഞങ്ങളോട് ഇത്ര നേരം സംസാരിച്ച ഒരുപാട് നന്ദി. കുടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴമാകെ അലഞ്ഞോനാടി. കുടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴമാകെ അലഞ്ഞോനാടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയിടുന്നു. കുടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴമാകെ അലഞ്ഞോനാടി. കുടപ്പഴമാകെ അലഞ്ഞോനാടി. അടിപൊളി പാട്ടുകാരി. ചുമ്മാ അതല്ല ഇവര് കേട്ടോ, പാട്ടിന്റെ കൂടെ കൃഷിയാണെന്ന് തോന്നി ഇവരുടെ ഈ വിളവിന്റെ രഹസ്യം. എല്ലാരും നല്ല പാട്ടുകാർ. അതിന്റെ ഇടയ്ക്ക് തന്നെ ഒരു ചേച്ചി വന്നു, ചേച്ചി ഓടിപ്പിടിച്ച് വരുവായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.